Hello Leute und herzlich willkommen. നമുക്ക് ഒരുമിച്ച് ജർമ്മൻ പഠിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ വൊക്കാബുലറി സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ പുതിയ വേർഡ്സ് പഠിച്ചു വെക്കുമ്പോൾ നമുക്കത് ഷ്രൈബനും സ്പ്രഷനും യൂസ് ചെയ്യാമെന്ന് മാത്രമല്ല, നമ്മൾ ലേസൺ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പാരഗ്രാഫിൻ്റെ അർത്ഥം കുറച്ചുകൂടെ മനസ്സിലാവും, നമുക്ക് നല്ല വൊക്കാബുലറി ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡി ഫെർഷ്മുത്സുങ്. ഡി ഫെർഷ്മുത്സുങ് എന്ന് വെച്ചാൽ പൊല്യൂഷൻ അല്ലെങ്കിൽ മലിനീകരണം. ഡി ഉംവെൽട്ട്ഫെർഷ്മുത്സുങ്. ഡി ഉംവെൽട്ട്ഫെർഷ്മുത്സുങ്. എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ അല്ലെങ്കിൽ പ്രകൃതി മലിനീകരണം. ഫെർഷ്മുത്സെൻ. ഫെർഷ്മുത്സെൻ എന്ന് വെച്ചാൽ ടു പൊല്യൂട്ട്, മലിനമാക്കുക. ഫെർഷ്മുത്സ്ഡ് എന്ന് വെച്ചാൽ പൊല്യൂട്ടഡ്, ഓൾറെഡി പൊല്യൂട്ടഡ് ആണ്. അപ്പം ഫെർഷ്മുത്സനും ഫെർഷ്മുത്സ്ഡും വേർബാണ്. അതിൻ്റെ നൗൺ ഏതായിരുന്നു? ഡി ഫെർഷ്മുത്സുങ്. ഡി ബെലാസ്റ്റുങ്. ഡി ബെലാസ്റ്റുങ് എന്ന് വെച്ചാൽ ബർഡൻ അല്ലെങ്കിൽ ലോഡ് അല്ലെങ്കിൽ പൊല്യൂഷൻ. ഈ ബെലാസ്റ്റുങ് എപ്പോഴും നെഗറ്റീവ് ആവണമെന്നില്ല, പോസിറ്റീവ് ആയിട്ടുള്ള ബെലാസ്റ്റുങ്ങും വരാം കേട്ടോ. ഇപ്പോൾ നമ്മളൊരു സ്പ്രിങ് എത്ര ടെൻഷൻ എടുക്കാൻ പറ്റും എന്നുള്ള ഒരു കേസിലൊക്കെ നോക്കുകയാണെങ്കിൽ ബെലാസ്റ്റുങ് അതിൻ്റെ ആ സ്പ്രിങ്ങിൻ്റെ ഒരു കപ്പാസിറ്റീനെയാണ് പറയണത്. അപ്പോൾ ഇത് പല രീതിയിൽ യൂസ് ചെയ്യാം. ബെലാസ്റ്റൻ ടു ബർഡൻ അല്ലെങ്കിൽ ടു പൊല്യൂട്ട് ചെയ്യുക. ഡിഫെറുൻറൈനിഗുങ്. ഡിഫെറുൻറൈനിഗുങ് എന്ന് വെച്ചാൽ കണ്ടാമിനേഷൻ. ഇപ്പം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ ഫുഡിൽ എന്തെങ്കിലും ബാക്ടീരിയ കണ്ടാമിനേറ്റ് ആയി വരിക അങ്ങനെയൊക്കെ പറയുമ്പോൾ ഡിഫെറുൻറൈനിഗുങ് എന്നാണ് പറയുക. ഫെറുൻറൈനിഗൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ വേർബാണ് ടു കണ്ടാമിനേറ്റ്. ഫെറുൻറൈനിഗൻ. ഗിഫ്റ്റിഗ്. ഗിഫ്റ്റിഗ് എന്ന് വെച്ചാൽ എന്താണ്? ടോക്സിക് അല്ലെങ്കിൽ പോയ്സണസ്. ഗിഫ്റ്റിഗ് എന്ന് വയ്ക്കുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ പെട്ടെന്ന് ഗിഫ്റ്റ് ആയിട്ടൊരു പ്രസൻ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ജർമ്മനിൽ ഇംഗ്ലീഷ് വാക്കുമായിട്ട് ഒരു ബന്ധമില്ലാത്ത അർത്ഥമാണ് ഇവിടെ വരുന്നത്. ഗിഫ്റ്റിഗ് എന്ന് വെച്ചാൽ ടോക്സിക് അല്ലെങ്കിൽ പോയ്സണസ് ആയിട്ടുള്ളത്. ദസ് ഗിഫ്റ്റ് എന്ന് വെച്ചാൽ പോയ്സൺ. ദസ് ഗിഫ്റ്റ് എന്ന് വെച്ചാൽ പോയ്സൺ ആണ്. ഷേഡ്ലിഷ്. ഷേഡ്ലിഷ് എന്ന് വെച്ചാൽ എന്താണ്? ഹാംഫുൾ, ഉപദ്രവകാരിയായിട്ടുള്ളത്. ദി ഷാറ്റ്സ്റ്റോഫർ. ദി ഷാറ്റ്സ്റ്റോഫർ എന്ന് വെച്ചാൽ എന്താണ്? പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ്. ഷാറ്റ്സ്റ്റോഫർ എന്ന് വെച്ചാൽ ഉപദ്രവകാരിയായിട്ടുള്ള സാധനങ്ങൾ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്.